വേണ്ട മോനെ, നീ പോകണ്ട. ജോലി തിരക്കിനിടയിൽ ഫോണിലൂടെ അമ്മ മകനോട് പറഞ്ഞ അവസാന വാക്കുകളായിരുന്നു ഇത്. ആ വാക്കുകളിൽ മകനോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെയുണ്ടായിരുന്നു. ഒരുപക്ഷെ അമ്മയുടെ ആ വാക്കുകളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ആ വാക്കുകൾക്ക് അല്പമെങ്കിലും വില നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് ആ വീട് ഒരു കണ്ണീർ കടലാകുമായിരുന്നില്ല. +2 പരീക്ഷ കഴിഞ്ഞ ആവേശത്തിൽ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ തയ്യാറെടുത്ത ആ കൗമാരക്കാരൻ അറിഞ്ഞില്ല തന്റെ അവസാന യാത്രയിലേക്കാണ് താൻ കാലെടുത്ത് വയ്ക്കുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കോഴിക്കോട് കുറ്റ്യാടി പന്നിവയൽ സ്വദേശികളായ ശ്രീജിത്ത് വിജി ദമ്പതികളുടെ മകൻ ഷാഹുലിന്റെ വേർപാട് ആ നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഷാഹുലിന്റെ പിതാവ് ജിത്തുവിന് സൈക്കിളിൽ മീൻ വിൽപ്പനയായിരുന്നു ജോലി. പക്ഷേ കാലം ആ അച്ഛനോട് ക്രൂരത കാട്ടി. കാലിന്റെ ഞരമ്പുകൾ തടിച്ചുപൊട്ടി രക്തമൊഴുകുന്ന രോഗം ബാധിച്ചതോടെ ജിത്തുവിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് ആ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അമ്മ വിജിയുടെ തോളിലായിരുന്നു. ഒരു യത്തീംഖാനയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിക്ക് പോയി അവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ 4 കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. അപ്പോഴും ആ മാതാപിതാക്കളുടെ പ്രതീക്ഷ മൂത്ത മകനായ ഷാഹുൽ രാജിലായിരുന്നു. എന്നാൽ വിധി എല്ലാം തകിടം മറിച്ചത് നിമിഷ നേരം കൊണ്ടാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച +2 പരീക്ഷ കഴിഞ്ഞ ശേഷം കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാനായി ഷാഹുൽ അമ്മയെ വിളിച്ച് പുഴക്കടവിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുകയായിരുന്നു. എന്നാൽ അമ്മ അനുവാദം നൽകിയില്ല. പക്ഷേ ഒരു നിമിഷത്തെ ആവേശത്തിൽ അവൻ അമ്മയുടെ താക്കീതിനെ മറികടന്ന് കൂട്ടുകാർക്കൊപ്പം പശുക്കടവിലെ പുഴയിലേക്ക് പോയി. കൂട്ടുകാർക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾക്കിടെ പുഴയുടെ ആഴങ്ങളിലേക്ക് വിധി അവനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ഇതേ പുഴയിൽ വെച്ചാണ് 6 വിലപ്പെട്ട ജീവനുകൾ ഒരുമിച്ച് പൊലിഞ്ഞത്. അന്ന് കേരളം മുഴുവൻ കരഞ്ഞ ആ വാർത്ത ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. എന്നിട്ടും നമ്മുടെ മക്കൾ ഇന്നും ജാഗ്രത കാട്ടുന്നില്ല എന്നത് ഏറെ സങ്കടകരമാണ്. ഒരു നിമിഷത്തെ ആവേശത്തിനായി മുതിർന്നവരുടെ വാക്കുകൾ തള്ളിക്കളയുമ്പോൾ ബാക്കിയാകുന്നത് ഒരായുസ് മുഴുവൻ നീളുന്ന കണ്ണീർ മാത്രമാണ്. മരണപ്പെട്ട ഷാഹുലിന്റെ സഹോദരൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രോഗബാധിതനായ ഒരു പിതാവും അടുക്കള പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു പാവം അമ്മയുടെയും സ്വപ്നമാണ് ആ പുഴ കവർന്നെടുത്തത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനമ്മമാരെ. അവരുടെ വിലക്കുകൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നോർക്കുക. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ അനാഥമാക്കരുത്. ഷാഹുലിന്റെ വേർപാട് നമുക്ക് വലിയൊരു പാഠമാകട്ടെ. ആ കുടുംബത്തിന്റെ വേദനയിൽ നമുക്കും പങ്കുചേരാം.